ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ മലയാളത്തിന്റെ കാര്യത്തില് നിങ്ങൾ നിരന്തരം പറയുന്ന ഒരു പരാതിയും സങ്കടവും ഒക്കെയാണ് സമയം, അല്ലെ? വേണ്ടത്ര രീതിയിൽ സമയം കിട്ടിയില്ല, എഴുതാൻ പറ്റിയില്ല, സമയമില്ലാത്തതുകൊണ്ട് അവസാന നിമിഷം ടീച്ചർ പേപ്പർ പിടിച്ചോണ്ട് പോയി. എങ്ങനെയാണ് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പരീക്ഷ എഴുതാ? ഇപ്പൊ ഇതാ മലയാളം ഫസ്റ്റ് കഴിഞ്ഞപ്പോഴും ഇതേ പരാതികളാണ് നിങ്ങൾ പറഞ്ഞ, അല്ലെ? അപ്പൊ 1.5 മണിക്കൂർ എന്നുള്ളത് നമുക്ക് ഒരു തരത്തിലും നീട്ടിക്കിട്ടാൻ തൽക്കാലം നമുക്ക് വകുപ്പില്ല. 40 മാർക്കിനുള്ളത് നമ്മൾ 1.5 മണിക്കൂറിൽ തന്നെ നമ്മൾ എഴുതി, അല്ലെ, ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ശരിയായ രീതിയിൽ, അല്ലെ, ഈ സമയത്തെ വിനിയോഗിക്കുക? ഓരോ ചോദ്യത്തിനും നമ്മൾ എത്ര സമയമാണ് കൊടുക്കേണ്ടത്, അല്ലെ? എത്ര ചോദ്യം എത്ര മിനിറ്റിനുള്ളിൽ നമ്മൾ എഴുതണം? എസ്സേ എഴുതേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെ? അപ്പൊ അതൊക്കെ മക്കൾക്ക് പറഞ്ഞു തന്ന് മലയാളം ഫസ്റ്റിന്, അല്ലെ, സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയ, വിഷമിച്ച ടീച്ചർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ടീച്ചർ മലയാളം ഫസ്റ്റ്, അല്ലെ, നമ്മൾ പരീക്ഷ കഴിഞ്ഞ സമയത്ത് ഇവിടെ കോഴിക്കോട് ഒരു സ്കൂളിൽ, അല്ലെ, കുറച്ച് സ്കൂളുകളിൽ മക്കളുടെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നറിയാൻ വേണ്ടി അവരെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഒരു സ്കൂളിൽ പോയപ്പോൾ ഒരു മോള് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ടീച്ചർ അടുത്ത് പോയിരുന്നു, ചേർത്ത് നിർത്തി അവളോട് ചോദിച്ചു. പേരൊന്നും ഞാൻ ചോദിച്ചില്ല, അവൾ ഭയങ്കര വിഷമത്തിലായിരുന്നു ഇരിക്കുന്നത്. ചിലപ്പോൾ ആ മോള് ഈ വീഡിയോ കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അവളോട് ടീച്ചർ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ച സമയത്ത് എല്ലാം അറിയാവുന്ന ചോദ്യമായിരുന്നു, പക്ഷെ അവൾക്ക് എഴുതാൻ സമയം കിട്ടിയില്ല, കുടുകൂടെ കരയാണ് ആ മോള്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ ഒരു ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ എന്ത് ചെയ്യണം എല്ലാ മക്കൾക്കും, അല്ലെ? ഇനി പിന്നെ അതിനുശേഷം പിന്നെ പറഞ്ഞിട്ട് അന്ന് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അടുത്ത പരീക്ഷ വരുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ, അല്ലെ, ചെയ്യണം എന്നുള്ളത് ടീച്ചർ അന്നേ ഉറപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ സമയം എങ്ങനെയാണ് നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ആദ്യം തന്നെ എക്സാം ഹോളിൽ കയറി കഴിയുമ്പോൾ, അല്ലെ, അപ്പുറത്തിരിക്കുന്നവൻ എന്താ എഴുതുന്നത്, ഓന്റെ പേപ്പറിൽ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്, അല്ലെ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്, ഇത് എന്തൊക്കെയാണ്, അല്ലെ, നമ്മൾ ക്ലാസ്സിൽ നടക്കുന്നത്, അല്ലെ? ഓള് എഴുതുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ്, എല്ലാം അറിയാമോ, അവരുടെ മുഖത്തെ കോൺഫിഡൻസ് കൊള്ളാലോ, വരുന്ന ടീച്ചറിന് എങ്ങനത്തെ ആയിരിക്കും, അല്ലെ? ആ ടീച്ചറെ നോക്കുന്നു, ടീച്ചറുടെ ചലനങ്ങൾ നോക്കുന്നു. നമ്മൾ കൂൾ ഓഫ് ടൈം പലപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങ് വിനിയോഗിക്കും. അല്ലാതെ മറ്റു ചിലർ എന്ത് ചെയ്യും, ബെഞ്ചിന്റെ അടി കൂടെ ഇങ്ങനെ എത്രയാണെന്ന് ചോദിക്കും, മേലെ കൂടെ എത്രയാണെന്ന് ചോദിക്കും, അല്ലെ? ഇങ്ങനെ മുട്ടുന്നു, തട്ടുന്നു, ഇങ്ങനെ ഒരുപാട് ട്രിക്കുകളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. 2, 3 ആണെങ്കിൽ ഇങ്ങനെ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പയറ്റേണ്ട ഒരു സമയമാണ് ഈ ആദ്യത്തെ എന്താണ് നമ്മളുടെ ഒരു 10-25, അല്ലെ, 10-15 മിനിറ്റ് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. ശരിയായ രീതിയിൽ ഈ 15 മിനിറ്റ് സമയത്തെ, അല്ലെ, ഈ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന ഈ സമാശ്വാസ സമയത്തെ വിനിയോഗിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ 1.5 മണിക്കൂർ എന്നുള്ളത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഈ 15 മിനിറ്റ് നമ്മൾ ആദ്യം നമ്മളെ എക്സാം ഹോളിലേക്ക് കയറി കഴിയുന്ന ഈ ഒരു 15 മിനിറ്റ് സമയം നമ്മൾ എന്ത് ചെയ്യണടാ, 1 മുതൽ 17 വരെയുള്ള നമ്മളുടെ ചോദ്യഭാഗങ്ങളോ മക്കള് ക്ലിയർ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, വായിച്ചു നോക്കണം. ഓരോ ചോദ്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ചു നോക്കുക. അതിൽ എസ്സേകൾ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെ? എസ്സേ 3 എണ്ണമാണ് നമുക്ക് തരിക. 6 മാർക്കിന്റെ എസ്സേയിൽ അതിൽ 2 എണ്ണേ എഴുതണ്ടു. അതിൽ ഒഴിവാക്കേണ്ട എസ്സേ ഏതാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അപ്പം തന്നെ തീരുമാനിക്കണം. കാരണം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന, നന്നായി എഴുതാൻ പറ്റുന്ന 2 എസ്സേകൾ അപ്പം തന്നെ ചൂസ് ചെയ്യണം, അല്ലെ? കിട്ടാത്തൊരു എസ്സേ എന്ത് ചെയ്യണം, അപ്പം തന്നെ ഒഴിവാക്കണം. അതേപോലെ ഷോർട്ട് എസ്സേയിലും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ, അല്ലെ, ടീച്ചർ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് മക്കളോട്. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, എന്ത് ചെയ്യണം, ആ ചോദ്യങ്ങൾ ആ സമയത്ത് തന്നെ കൂൾ ഓഫ് ടൈമിൽ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ, അല്ലെ, ആലോചിച്ചെടുക്കാൻ പറ്റണം. അത് മാക്സിമം എന്താണ്, ആ ഉത്തരങ്ങൾ ഉറപ്പിക്കണം, ഏതൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞ സമാശ്വാസ സമയത്തിലാണ്, അല്ലെ? അപ്പൊ ആ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ടീച്ചർ അപ്പുറത്തെ ആളോട്, അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഡൗട്ട് ചോദിക്കാനോ പോകുമ്പോൾ, അല്ലെ, അടുത്ത ആളുകളോട് സംസാരിക്കാനോ നമ്മളുടെ ഈ കൺഫ്യൂഷൻ തീർക്കാനോ ഒന്നും അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടത് ഈ 15 മിനിറ്റ് സമയം എന്ത് ചെയ്യണം, മാക്സിമം, അല്ലെ, മക്കൾ നന്നായിട്ട് അത് വിനിയോഗിക്കണം. അപ്പൊ ഈ 1.5 മണിക്കൂർ എങ്ങനെ നീട്ടി വലിച്ചാലും 1.5 മണിക്കൂറേ നമുക്ക് കിട്ടുള്ളൂ. ആ കറക്റ്റ് സമയത്ത് ടീച്ചേഴ്സ് പേപ്പർ വാങ്ങും, അല്ലെ? അപ്പോ നമുക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്?
1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിനാണ് നമ്മൾ ആദ്യം ഉത്തരം എഴുതേണ്ടത്. 4 എണ്ണത്തിന് ഉത്തരം എഴുതണം. രണ്ടാമത്തേത് എങ്ങനെയാണ്? 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2-3 വാക്യത്തിൽ ഉത്തരം എഴുതണം. പിന്നെ നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് അങ്ങ് എഴുതും. 2-3 വാക്യത്തിൽ എഴുതാൻ പറഞ്ഞാൽ 2-3 വാക്യത്തിൽ എഴുതിയാൽ മതി. ഈ 2 മാർക്കിന്റെ ചോദ്യത്തിന് മക്കൾ ഇൻട്രഡക്ഷൻ കൊടുക്കാനോ അത് നീട്ടിവലിച്ച് വിശദീകരിക്കാനോ ഒന്നും ചെയ്യണ്ട. ഒരു 3 പോയിന്റ് കൊടുത്തോളൂ. നിങ്ങൾ മാക്സിമം ഒരു 3 പോയിന്റ് കൊടുത്തോളൂ. അങ്ങനെ ഇവിടെ രണ്ടിടത്തിലും കൂടെ നമുക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത്? ഇവിടെ 8 മാർക്കാണ് അല്ലെ. 8 മാർക്കാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. 8 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എത്ര സമയം കൊടുക്കണം മക്കളെ? എത്ര സമയം കൊടുക്കണം? 8 എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 10 മിനിറ്റ് സമയം, മാക്സിമം ഒരു 10 മിനിറ്റ് സമയം എന്ത് ചെയ്യുക? നമ്മൾ ഈ 8 മാർക്കിന്റെ ഈ 2 അല്ലെ എവിടം വരെ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? 8 അല്ലെ 8 മിനിറ്റ് മതി. മാക്സിമം നമുക്ക് 10 മിനിറ്റ് നമുക്ക് കൊടുക്കാം. അതിൽ കൂടുതൽ എന്ത് ചെയ്യരുത്? ഈ ആദ്യത്തെ ഒരു സെക്ഷന് വേണ്ടി മക്കൾ മാറ്റി വെക്കരുത്. അതുകൊണ്ടാണ് കോൾ ഓഫ് ടൈമിൽ എന്ന് പറയുന്നത് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ ചോദ്യം വായിച്ചു നോക്കണം എന്ന് ടീച്ചർ പറഞ്ഞത് കേട്ടോ. അടുത്ത എങ്ങനെയാണെടാ? 1 മുതൽ 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിനാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പൊ ഈ ഉത്തരങ്ങൾ അല്ലെ ഷോർട്ട് എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അരപ്പുറാണ് എഴുതേണ്ടത്. ഒരു പേജിന്റെ പകുതിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഈ 1.5 പേജൊക്കെ നമ്മൾ എഴുതി വെക്കും. 4 മാർക്കിന്റെ ചോദ്യം ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ചോദ്യമായിരിക്കും അല്ലെ. 1.5 പുറമോ അല്ലെ 1.25 പുറമൊക്കെ എഴുതും. അതിന്റെ ആവശ്യമില്ല. അപ്പൊ 4 മാർക്കാണെങ്കിൽ ഒരു 10 അല്ലെ പോയിന്റുകൾ നിങ്ങൾ എഴുതിക്കോളൂ. മാക്സിമം ഒരു 10 പോയിന്റ് എഴുതിക്കൊള്ളൂ അല്ലെ. അത് വൃത്തിയായിട്ട് ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത് അല്ലെ പ്രധാനപ്പെട്ട കൃതിയും കവിയും ഒക്കെ ഉൾപ്പെടുത്തി ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ എഴുതിയിട്ട് ഒരു 10 പോയിന്റ് നിങ്ങൾ ഉൾക്കൊള്ളിച്ചോളൂ. എന്നാൽ ഒരു 3/4 പേജ് ആയാലും നിങ്ങൾ 1.5 പേജിലൊന്നും എന്ത് ചെയ്യരുത്? 4 മാർക്കിന് എഴുതാൻ നിൽക്കരുത്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് മറ്റൊരു ചോദ്യം എഴുതേണ്ട സമയമാണ് അവിടെ നഷ്ടമാവുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 5 ചോദ്യമാണുള്ളത്. 4 മാർക്കിന്റെ 5 ചോദ്യമാണ് നമുക്ക് ഉള്ളത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് എത്ര മിനിറ്റ് സമയം കൊടുക്കണം അല്ലെ? ഒരു ചോദ്യത്തിന് നമ്മൾ 8 മിനിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ 8 മിനിറ്റ് സമയമാണ് ഒരു ചോദ്യത്തിന്, ഒരു ഷോർട്ട് എസ്സേ എഴുതാൻ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 40 മിനിറ്റ് അല്ലെ. ആദ്യത്തെ 40 മിനിറ്റ് നമ്മൾക്ക് എന്തിനുള്ളതാണ്? ഷോർട്ട് എസ്സേ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ കുറേ അല്ലാതെ അതിൽ കൂട്ടാൻ നിന്നാൽ എന്ത് ചെയ്യും? പണി ആകെ പാടും അല്ലെ. അടുത്ത മക്കളൊന്ന് നോക്കിയേ. ഏതാണ്? 15 മുതൽ 17 വരെയുള്ള ചോദ്യത്തിന് 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. നമ്മൾ ഈ കൂൾ ഓഫ് ടൈമിൽ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തു ഏത് ചോദ്യം എഴുതണ്ടേന്നൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു. പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ എഴുതി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ധാരണയൊക്കെ ഓൾറെഡി നമുക്ക് ഉണ്ട് അല്ലെ. ആശയം നമ്മളുടെ കയ്യിലുണ്ട്, പാഠഭാഗം നമ്മളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടാണ് എക്സാമിന് പോകുക അല്ലെ. നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും. അതിന്റെ കൂടെ നിങ്ങൾ ലൈവുകൾ കൂടെ കാണുന്ന സമയത്ത് കുറെ കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കണ്ടന്റ് സാധനമൊക്കെ നമ്മളുടെ കയ്യിലുണ്ടാവും അല്ലെ. ഇനി വേണ്ടത് എന്താണ്? അത് എഴുതുക എന്നുള്ളതാണ്. നമ്മൾ എത്ര കോണ്ടന്റ് ഉണ്ടെങ്കിലും നമ്മൾ എത്ര നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടും എക്സാം ഹോളിൽ അല്ലെ ടൈം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചതൊക്കെ വെറുതെ അല്ലടാ അല്ലെ. അതൊന്നിനും അല്ലാണ്ടായി പോവില്ലേ. അപ്പൊ അതുകൊണ്ടാണ് സമയത്തിന് നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അപ്പൊ ഒരു ചോദ്യത്തിന് എത്ര മാർക്കാണ് ഇവിടെ? 6 മാർക്കാണ് അല്ലെ. 6 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് നമ്മൾ ഒരു 6 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 13, 14, ഒരു 15 പോയിന്റ് നിങ്ങൾ മാക്സിമം എഴുതിക്കോളും. ശരിക്കും 12 ആണ് എങ്കിൽ ഒരു 15 പോയിന്റ് അല്ലെ. മാക്സിമം ഒരു 15 പോയിന്റ് നമ്മൾ എഴുതി കഴിഞ്ഞാലും അല്ലെ. ഇനി പോയിന്റുകൾ നിങ്ങൾക്ക് എത്രയും എഴുതാം. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ 4 മാർക്കിന്റെ ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് എഴുതാം. പക്ഷെ ഒരു 8 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ചോദ്യം അല്ലെ നിങ്ങൾ ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. എത്ര പോയിന്റ് എഴുതാം? 8 മിനിറ്റ് സമയം ഒരു ചോദ്യത്തിന് കൊടുത്തുകൊണ്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. അടുത്തത് 9 മുതൽ 17 വരെയുള്ള ചോദ്യത്തിന് 2 എണ്ണത്തിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. എത്ര മാർക്കാണ്? 12 മാർക്കാണ് അല്ലെ. അപ്പൊ ഏകദേശം ഒരു 24 മിനിറ്റ്, ഏകദേശം ഒരു 25 മിനിറ്റ് സമയം എന്തിനു കൊടുക്കണം? 2 എസ്സേയും കൂടെ എഴുതാൻ നമുക്കുണ്ടാവും. 30 മിനിറ്റ് നമ്മൾ എടുക്കണ്ട. 2 എസ്സേക്കും കൂടി എത്ര കൊടുത്താൽ മതി? ഒരു 25 മിനിറ്റ് നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ എല്ലാം കൂടെ ടോട്ടൽ എത്ര സമയമായി? നമ്മൾ 1 മണിക്കൂർ 14 മിനിറ്റ് സമയം. ഇവിടെ 24 മിനിറ്റ് കൊടുക്കുകയാണെങ്കിലാണ് ഇവിടെ എന്ത് ഉണ്ടാവുന്നത്? നമുക്കൊരു 1 മണിക്കൂർ 14 മിനിറ്റ് സമയം നമുക്ക് ഉണ്ടാവും അല്ലെ. 1 മണിക്കൂറും 14 മിനിറ്റും. ബാക്കിയുള്ള സമയം ഇനിയിപ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും അല്ലെ നമുക്ക് ഏകദേശം ഒരു 1 മണിക്കൂറും 20 മിനിറ്റും നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. എവിടെയെങ്കിലും ഒക്കെ എന്താണ് നമ്മൾ കൂടിയും കുറഞ്ഞും ഒക്കെ ഒരു 20 മിനിറ്റ് സമയം നമ്മൾ കൂടുതൽ അല്ലെ 1 മണിക്കൂറും 20 മിനിറ്റും എടുത്താൽ ബാക്കിയുള്ള 10 മിനിറ്റ് എന്ന് പറയുന്നത് എന്തിനു നമ്മൾ ഉപയോഗിക്കണം? നമ്മളെ ചോദ്യ നമ്പറുകൾ അല്ലെ. പലപ്പോഴും എന്താണ്
നമുക്കത് വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ധൃതിയിൽ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, ചോദ്യ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുകൊണ്ടൊക്കെ നമുക്ക് മാർക്ക് മിസ്സാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം, എഴുതിയതൊക്കെ ശരിയാണോ എന്ന് നോക്കണം അല്ലേ. പിന്നെന്താണ്, അങ്ങനെയുള്ള രജിസ്റ്റർ നമ്പർ എഴുതിയത് ശരിയാണോ, ഇങ്ങനെ ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ, ഒന്ന് വായിക്കാൻ. ഇനി അവസാനം ഇപ്പോൾ നമ്മൾ വൺ വേർഡൊക്കെ ചിലപ്പോൾ അറിയില്ലാത്ത ചിലപ്പോൾ വിട്ടിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ 3 എണ്ണമായിരിക്കും അറിയുക, ഒന്നും അറിയില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ, ഇനി ഭംഗിയിലൊന്ന് അണ്ടർലൈനൊക്കെ ചെയ്ത് ഒരു ഇൻവേർട്ടഡ് കോമയൊക്കെ കൊടുത്ത് അല്ലേ, എസ്സേകളൊക്കെ ഒന്ന് ഭംഗിയാക്കാൻ. ഇങ്ങനെ ഒരു 10 മിനിറ്റ് സമയം എന്ത് ചെയ്യണം, നമ്മൾ 10 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം. പിന്നെ എന്താണ്, ഓരോ ചോദ്യത്തിനും ടീച്ചർ ഓൾറെഡി പറഞ്ഞു, ഓരോ ചോദ്യത്തിനും മാർക്കിനനുസരിച്ച് ഉത്തരം എഴുതുക. അപ്പോൾ 4 മാർക്കിനാണെങ്കിൽ ഒരു 8 10 അല്ലെ ഒരു 12 പോയിന്റ് വരുന്ന രീതിയിൽ, മാക്സിമം ഒരു 12 പോയിന്റ് ഒക്കെ എഴുതാം. അതിൽ കൂടുതലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. വരുന്ന രീതിയിൽ ഒരു 8 മിനിറ്റിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമ്മൾ ഷോർട്ട് എസ്സേ എഴുതേണ്ടത്. എസ്സേ ആണെങ്കിലും 6 മാർക്കാണ്, 6 അല്ലെ ഒരു മാക്സിമം ഒരു 15 പോയിന്റ് ഒക്കെ നിങ്ങൾ എഴുതിക്കോളൂ, കുഴപ്പമില്ല. അതിൽ കൂടാതിരുന്നാൽ മതി അല്ലേ. എന്നിട്ടോ എത്ര മിനിറ്റിനുള്ളിലാണ്, ഒരു 12 മിനിറ്റിന്റെ ഉള്ളിൽ അല്ലെ, ഒരു 2 എസ്സേയും കൂടി ആകുമ്പോൾ 25 മിനിറ്റിന്റെ ഉള്ളിൽ മാക്സിമം എന്ത് ചെയ്യണം, നമ്മൾ എസ്സേയും നമ്മൾ എഴുതി തീർക്കണം. അപ്പൊ ഓരോ ചോദ്യത്തിനും എന്താണ്, മാർക്കിനനുസരിച്ച് മാത്രം നമ്മൾ ഉത്തരം എഴുതുക. പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പേനയാണ് അല്ലെ. അപ്പൊ പേന എന്ന് പറയുന്നത് നമ്മൾ അതുവരെ ഉപയോഗിക്കാത്തപ്പോൾ നിങ്ങൾ ഓൾറെഡി 3 എക്സാം എഴുതി കഴിഞ്ഞു, ടീച്ചർക്ക് അറിയാം. എങ്കിലും എന്താണ്, നമുക്ക് കംഫർട്ടബിൾ പുതിയ പേനയൊക്കെ നമ്മൾ അന്ന് എടുക്കുന്നത്. അപ്പൊ ഈ പേന ഒന്ന് നേരത്തെ ഒന്ന് എഴുതി നോക്കുക വീട്ടിൽ നിന്ന് അല്ലെ, ഒരു പേരോ ഒരു പാരഗ്രാഫൊക്കെ ഒന്ന് എഴുതി നോക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് തലേ ദിവസം പഠിക്കുമ്പോൾ ഈ പേനകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. അപ്പൊ ഒന്നൊരു നല്ലൊരു ഫ്ലുവൻ്റ് ആവും അല്ലേ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പരീക്ഷ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പുതിയ പേന തുറന്നപാടെ പരീക്ഷ ഹാളിൽ എഴുതുമ്പോൾ നമുക്ക് ആ സ്പീഡും അല്ലെ അതൊന്നും കിട്ടില്ല. അപ്പോൾ ടീച്ചർ എന്തൊക്കെയായി പറയുന്നതെന്നൊക്കെ മക്കൾക്ക് തോന്നാം. ഇതൊക്കെ നമ്മളുടെ പരീക്ഷയായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് അല്ലെ, ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ തലതിരിഞ്ഞും അങ്ങോട്ട് നോക്കിയും ഇങ്ങോട്ട് നോക്കിയും ഒക്കെ നമുക്ക് ഒരുപാട് സമയം മിസ്സാവും. പിന്നെ ഇത് തെളിഞ്ഞില്ലെങ്കിൽ ടെൻഷനാവും. അപ്പോൾ ഈ പേന എന്ത് ചെയ്യണം, വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വാച്ചാണ് അല്ലേ, സമയം എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് വാച്ച് ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിൽ ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ നിന്ന് ഒരു വാച്ച് നിർബന്ധമായിട്ട് നമ്മൾ ഒപ്പിച്ച് വെക്കണം. സമയം നോക്കിയിട്ട് എന്ത് ചെയ്യുക, സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ സമയം അല്ലെ ഓരോ മിനിറ്റ് ഓരോ ചോദ്യം എഴുതുന്നത് കൃത്യമായി നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മക്കള് ആ പരീക്ഷ എഴുതേണ്ടത്. അതേപോലെ ഇനി അവസാനത്തെ 5 മിനിറ്റിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിച്ചേ പറ്റൂ അല്ലെങ്കിൽ അന്വേഷിച്ചേ പറ്റൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെ. ഏറ്റവും നിർബന്ധമാണെങ്കിലാണ് നിങ്ങൾക്ക് ഒന്ന് ചോദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടല്ലേ, ആരെയും ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യാതെ കോപ്പി അടിക്കാനൊന്നല്ല പറയുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അവസാനം അല്ലെ ആ കാര്യങ്ങളൊക്കെ അല്ലെ നിങ്ങൾക്ക് എന്താ പറയാ, അതൊന്നും ആദ്യം തന്നെ നമ്മൾ എക്സാം ഹാളിൽ കയറിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അല്ലെ ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ മക്കള് ഈ പരീക്ഷയൊക്കെ അല്ലെ ഈ മലയാളം സെക്കൻഡ് എന്ത് ചെയ്യുക, ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് മലയാളം സെക്കൻഡ് നമുക്ക് എഴുതണം. ബാക്കി പാഠഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ലൈവുകളുമായിട്ട് ടീച്ചർ വരുന്നുണ്ട്. അത് പ്രത്യേകം പറയണ്ടല്ലോ. മാക്സിമം ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ലൈവുകളും നമുക്ക് ഉഷാറാക്കണം. അപ്പോൾ ഈ വർഷത്തെ അല്ലെ 2024, 23, 24 വർഷത്തെ നമ്മുടെ SSLC മലയാളം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് അല്ലെ പഠിച്ച് ഉഷാറായിട്ട് വേണം നമുക്ക് പരീക്ഷ എഴുതാൻ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.